തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് ചക്രവർത്തി ദളപതി വിജയ് തന്റെ കരിയറിനോട് വിട പറയാനൊരുങ്ങുകയാണ്. തമിഴ്നാട്ടിൽ ബിസിനസ് മൂല്യത്തിൽ ഒന്നാമനായി നിൽക്കുന്ന ഒരു നായകന്റെ അവസാന ചിത്രമെന്നത് കേവലം ഒരു സിനിമയെന്നതിലുപരി ഒരു വികാരമായി മാറിക്കഴിഞ്ഞു. എച്ച് വിനോദിന്റെ സംവിധാനത്തിലെത്തുന്ന ജനനായകൻ എന്ന ചിത്രം വെറുമൊരു റിലീസല്ല, മറിച്ച് തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് വിപ്ലവമാണ്. 100 കോടി ഷെയർ എന്നത് ഒരു നടന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന തമിഴ്നാട്ടിൽ വിജയ് എന്ന ബ്രാൻഡ് അവസാനമായി തിയേറ്ററുകളെ കീഴടക്കാൻ വരുമ്പോൾ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം ഈ ചിത്രത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന പ്രീ റിലീസ് ബിസിനസ് റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആകെ ബജറ്റ് 352 കോടി 60 ലക്ഷം രൂപയാണ്. ഇതിന്റെ പലിശ ഇനത്തിൽ 28 കോടി രൂപ കൂടി കണക്കാക്കിയാൽ ഏകദേശം 380 കോടി 60 ലക്ഷം രൂപയാണ് സിനിമയുടെ ആകെ നിർമ്മാണ ചിലവ്. അതിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്നാൽ ബജറ്റിന്റെ 72%, അതായത് 272 കോടി 60 ലക്ഷം രൂപയും താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലത്തിനായാണ് ചിലവാക്കിയിരിക്കുന്നത്. പ്രതിഫല കണക്കുകൾ. താരങ്ങളുടെ പ്രതിഫലം പരിശോധിച്ചാൽ വിജയ് 220 കോടി രൂപ. ആദ്യം 230 കോടി നിശ്ചയിച്ചിരുന്നെങ്കിലും ഡിജിറ്റൽ ബിസിനസ്സിലുണ്ടായ ചില മാറ്റങ്ങൾ കാരണം അദ്ദേഹം പ്രതിഫലത്തിൽ നിന്നും 10 കോടി കുറയ്ക്കുകയായിരുന്നു. സംവിധായകൻ എച്ച് വിനോദ് 25 കോടി. സംഗീത സംവിധായകൻ അനിരുദ്ധ് 13 കോടി. നായിക പൂജ ഹെഗ്ഡെ 3 കോടി. വില്ലൻ ബോബി ഡിയോൾ 3 കോടി. മമിത ബൈജു 60 ലക്ഷം രൂപ. മറ്റു താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമായി 8 കോടി രൂപയും മാറ്റിവച്ചിരിക്കുന്നു. ബാക്കിയുള്ള 80 കോടി രൂപയിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. അതിൽ 45 കോടി രൂപ 48 ദിവസത്തെ ഷൂട്ടിംഗ് ചിലവുകൾക്കായി ഉപയോഗിച്ചു. സെറ്റുകൾക്കായി 15 കോടിയും CG വർക്കുകൾക്കായി 5 കോടിയും ചിലവായി. വിതരണാവകാശം. തമിഴ്നാട്. തമിഴ്നാട്ടിലെ തിയേറ്റർ വിതരണാവകാശം ഏരിയ തിരിച്ച് MG അഥവാ മിനിമം ഗ്യാരണ്ടി അടിസ്ഥാനത്തിലാണ് വിറ്റിരിക്കുന്നത്. ആകെ 105 കോടി രൂപയ്ക്കാണ് തമിഴ്നാട് ബിസിനസ് നടന്നിരിക്കുന്നത്. ചെന്നൈ സിറ്റി 8 കോടി. വിതരണക്കാർ സിനിമാക്കാരൻ. ചെങ്കൽപ്പെട്ട് 25 കോടി. വിതരണാവകാശം വൈറ്റ് നൈറ്റ്സ്. കോയമ്പത്തൂർ 16.50 കോടി. വിതരണം SP സീനു. മധുര 13 കോടി. വിതരണം 5 സ്റ്റാർ സെന്തിൽ. സേലം 11 കോടി. തിരുച്ചി തഞ്ചാവൂർ 12 കോടി. നോർത്ത് ആൻഡ് സൗത്ത് ആർക്കോട്ട് 12 കോടി. തിരുനെൽവേലി കന്യാകുമാരി 7.50 കോടി. മറ്റു സംസ്ഥാനങ്ങളിലെ ബിസിനസ് കണക്കുകൾ. കേരളം 15 കോടി. വിതരണാവകാശം SSR എന്റർടൈൻമെന്റ്. കർണാടകം 20 കോടി. നിർമ്മാതാക്കൾ നേരിട്ട് റിലീസ് ചെയ്യുന്നു. ആന്ധ്ര തെലങ്കാന 12 കോടി. വിതരണം PVR ഇനോക്സ്. നോർത്ത് ഇന്ത്യ 9 കോടി. ഓവർസീസ് വിദേശം 78 കോടി. വിതരണം ഫാഴ്സ് ഫിലിംസ്. മറ്റ് ബിസിനസ് കണക്കുകൾ. ഓഡിയോ റൈറ്റ്സ് 29 കോടി. T-സീരീസ്. ഡിജിറ്റൽ റൈറ്റ്സ് 120 കോടി. ആമസോൺ പ്രൈം. സാറ്റലൈറ്റ് റൈറ്റ്സ് 64 കോടി. ZTV. ലാഭവിഹിതം. ചിത്രത്തിന്റെ ആകെ ബിസിനസ് നിലവിൽ 452 കോടി രൂപയാണ്. നിർമ്മാണ ചിലവ് 380 കോടി 60 ലക്ഷം രൂപ കഴിച്ച് നിർമ്മാതാവിന് റിലീസിന് മുൻപ് തന്നെ 71 കോടി 40 ലക്ഷം രൂപ ലാഭം ലഭിച്ചു കഴിഞ്ഞു. നിർമ്മാതാക്കൾ സ്വന്തം പണമാണ് നിക്ഷേപിച്ചതെങ്കിൽ പലിശ ഇനത്തിലെ 28 കോടി കൂടി ലാഭമായി കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ലാഭം ഏകദേശം 100 കോടിയോളമാകും. വിജയ്യുടെ മുൻ ചിത്രങ്ങളായ ലിയോ, ഗോട്ട് എന്നിവ സൃഷ്ടിച്ച റെക്കോർഡുകളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ജനനായകൻ മുന്നേറുന്നത്. നിലവിൽ 452 കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് ഉറപ്പിച്ചു കഴിഞ്ഞ ഈ ചിത്രം റിലീസിന് ശേഷമുള്ള ഓവർഫ്ലോ കൂടി കണക്കിലെടുത്താൽ 500 കോടി ക്ലബ്ബിലെത്തുന്ന ആദ്യ തമിഴ് സിനിമയായി മാറും. രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രം ഏകദേശം 497 കോടി രൂപയുടെ ബിസിനസ് നേടിയെങ്കിൽ വിജയ് തന്റെ അവസാന ചിത്രത്തിലൂടെ ആ റെക്കോർഡ് തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒന്നാമനായി തന്നെ മടങ്ങാനാണ് ഒരുങ്ങുന്നത്. തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ് സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന മണ്ണാണ് കേരളം. ജനനായകൻ എന്ന ചിത്രത്തിന്റെ കേരള വിതരണാവകാശം 15 കോടി രൂപയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള തമിഴ് താരം എന്ന നിലയിൽ റിലീസ് ദിവസം തന്നെ റെക്കോർഡ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് സാധിക്കും. കേരളത്തിൽ മുൻപ് റിലീസ് ചെയ്ത വിജയ് ചിത്രങ്ങൾ 50 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയ ചരിത്രമുണ്ട്. വിജയുടെ അവസാന ചിത്രമെന്ന പ്രത്യേകത കൂടിയുള്ളതിനാൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം വമ്പിച്ച ലാഭമാണ് വിതരണക്കാർ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായി ജനനായകൻ മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്. 380 കോടി രൂപയുടെ ബജറ്റിലൊരുങ്ങിയ ചിത്രം റിലീസിന് മുൻപ് തന്നെ നിർമ്മാതാവിന് 71 കോടിയിലധികം ലാഭം നേടിക്കൊടുത്തു കഴിഞ്ഞു. ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ജാനുവരി 9 സ്ക്രീനിൽ തെളിയുന്ന ആ ദളപതി ദൃശ്യവിരുന്നിനാണ്.